ഗൈസ്, അപ്പം മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാൻ. നെസ്ലനാണ് അഭിനയിച്ചത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ മോളിവുഡ് ടൈംസ് എന്ന മൂവി ഇന്നലെ റിലീസായിരുന്നു. ഞാൻ ഇന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂടെ. റിവ്യൂ പോലെ പറയാൻ പോവുക. അപ്പം ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച നെസ്ലനാണ്. പിന്നെ നമ്മൾ കുറേ ക്യാമിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിൻലി സിനിമേനെ പറ്റിയും അങ്ങനത്തെ ഉള്ള രീതിയിലാണ് സബ്ജക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സിനിമ ഇറങ്ങിയത് ജൂൺ 5. ഇത് മെയിനായിട്ടിത് ചെയ്തതെന്ന് പറയാൻ ഡയറക്ടർ നമ്മൾ അഭിനവ് സുന്ദർ നായക്കാണ് ഡയറക്ടർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. മറ്റേ പ്രീവിയസ്ലി ചെയ്തത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്, നമ്മൾ വിനീത് ശ്രീനിവാസനെ വെച്ച് എന്ത് അടിപൊളി പടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിടിലം പടം വരുന്നത് അത്. പിന്നെ എഡിറ്റർ അഭിനവ് നായർ സുന്ദർ തന്നെ, സ്ക്രിപ്റ്റ് അഭിനവ് നായറാണ്. പിന്നെ മ്യൂസിക് കമ്പോസിഷൻ ദേക്സ് ബിജോയാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം റണ്ണിങ് ടൈം പറയുന്നത് സിനിമയിലെ 2 മണിക്കൂറും 46 മിനിറ്റുമാണ് റണ്ണിങ് ടൈം. അപ്പോൾ നമുക്കിനി ഇതാണ് മെയിൻ അതിൻ്റെ ആൾക്കാരും കാസ്റ്റും കാര്യങ്ങളും എല്ലാം. ഇനി നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. പറയാനാണെങ്കിൽ പടം അടിപൊളി പടം, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പടം നോക്കണമെങ്കിൽ മോനെ വിഷയം സത്യം പറഞ്ഞാൽ നെസ്ലൻ്റെ ഒക്കെ പീക്ക് പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. ലോകയ്ക്ക് ശേഷം ചെറുക്കൻ തൂക്കുക തന്നെ. ഇപ്പോൾ ചെറുക്കൻ ഒറ്റയ്ക്ക് വന്നു നിന്നാണ് എല്ലാം അടിച്ചു വാരുന്നത്. എല്ലാ ഇൻഡസ്ട്രിയിലും മിക്കവാറും അടുത്ത താരമാവാൻ, യൂത്ത് ഐക്കൺ ആവാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്. അത്ര രീതിയിൽ അടിപൊളിച്ചാണ് പോകുന്നത്. അത് കാരണം ഒരു രക്ഷയില്ലാത്ത അഭിനയവും കാര്യങ്ങളും. പിന്നെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന എന്താണ് സിനിമയിൽ നടക്കുന്നത് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൽ അഭിനവ് നായർ സുന്ദറിന് ഒന്നും പറയാനില്ല. ഹാൻഡ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. കാരണം എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ആ ഒരു ധൈര്യവും ഇനി മൂവികൾ ചെയ്യണം. ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല. നമ്മൾ ആവശ്യമുള്ള മലയാളത്തിലെ ഡയറക്ടർ തന്നെയാണ്. ഓരോ എടുത്തു വെച്ചിരിക്കുന്നതാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും മോനെ ഒരു രക്ഷയില്ല. പീക്ക് ഡയറക്ഷൻ, ഓരോ ക്യാമറകളുടെ ഉപയോഗങ്ങൾ, ഓരോ ക്ലാരിറ്റി കാണണം. ഈ സിനിമയിൽ ഒരു പ്രത്യേകതര സിനിമാറ്റോഗ്രാഫിയൊക്കെ വേറെ ലെവല്. അല്ലാതെ പ്രത്യേകിച്ച് എന്ത് പറയാൻ, അത്ര അടിച്ചു പൊളിച്ചാണ് ഈ സിനിമ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തൊട്ട് പഠിക്കണം. എനിക്കെന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നും പറയാനോ ഇത് പറയാനോ ഒന്നുമില്ല. ബിക്കോസ് അത്ര അടിച്ചു പൊളിച്ചാണ് പടം പോയിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇനി നിങ്ങളൊക്കെ കാണണം. കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയും. പിന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് പോകാം. നെസ്ലൻ നല്ല പീക്കിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നെസ്ലൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ രീതിയായാലും, നെസ്ലൻ്റെ ലുക്കാണെങ്കിലും നൈസ, ഒരു പണ്ടത്തെ ഒരു മോഡലായാലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അത്ര അടിച്ചു പൊളിച്ച് നെസ്ലൻ തിമിർത്തിട്ടുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയം, പീക്ക് അഭിനയം. പിന്നെ ആ കട പോയിരിക്കുന്ന രീതി, ഫസ്റ്റ് ഹാഫൊക്കെ വേറെ ലെവലിൽ നല്ല ഡാർക്ക് കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. പക്കയാണ്. സെക്കൻഡ് ഹാഫ് ഒരു അല്പം ലാഗ് തോന്നി. പക്ഷെ എന്നാലും വിഷയമില്ല. എനിക്കെന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇപ്പം നമുക്ക് അടുത്തത് ഷറഫുദ്ദീൻ പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ഷറഫുദ്ദീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീനും നെസ്ലൻ്റെ സീനുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ സിനിമ ടോട്ടലി ഡിഫറൻ്റ് ആണ്. നല്ല മേക്കിങ്ങും കാര്യങ്ങളും. പിന്നെ VFX ടീംസ്, മോനെ ഒരു രക്ഷയില്ലാത്ത VFX ടീംസാണ്. എനിക്ക് തോന്നുന്നു ഡിജി ബ്രിക്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ കേട്ടായിരുന്നു, എനിക്കത്ര കൺഫേം അല്ല. അവർ തകർത്തിട്ടുണ്ട്. മോനെ ഒരു രക്ഷയില്ല. എൻ്റെ മോനെ എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ പണ്ടത്തെ ക്യാമറയുടെ ഷൂട്ട്, ഹാൻഡി ക്യാമറസ് കാര്യങ്ങൾ എല്ലാം ഷൂട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ലാത്ത ഷൂട്ട്, ഒരു രക്ഷയില്ല. പിന്നെ കുറേ ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൾറെഡി വന്നതാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല. നിങ്ങളൊക്കെ കണ്ട് നോക്കിയിട്ടൊക്കെ അഭിപ്രായം പറയും. കാരണം അതിൻ്റെ സ്പോയിലൊന്നും ചെയ്യുന്നില്ല. പോയി കണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതെല്ലാം തകർത്തിട്ടുണ്ട്. ഒരു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന് പറയാൻ പറ്റൂല. അതിൻ്റെ വേറൊരു ലെവൽ, ഇതൊരു മൂവിയാണ്. ഇതെന്ന് പറയണത് മെയിൻലി മലയാള സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ മലയാള സിനിമ വെച്ചങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ ഏത് സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ഇത്തിരി കുനിഞ്ഞൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ താന്നൊക്കെ നിൽക്കണം. അങ്ങനത്തെയൊക്കെ ഒരു
ആണല്ലോ, നമ്മൾ ഇത്ര നടനാണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്നാൽ നമുക്ക് ഏത് റോളായാലും ഏത് ഇതായാലും അഭിനയിക്കാനായാലും കാര്യങ്ങളായാലും എന്തായാലും പറ്റുള്ളൂ. അതൊക്കെ ഇത് ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരാളെ മൂഡ് താങ്ങിയും കാര്യങ്ങളും എല്ലാം എങ്ങനെയും പ്ലീസ് പ്ലീസ് ചെയ്ത് കാര്യങ്ങൾ അങ്ങനെല്ലാം ഈ സിനിമയിലൊരു ഒരു തോട്ട് പോലെ ഈ സിനിമ. അതിനത്ര ധൈര്യം വേണം ഇതെടുത്ത് വെക്കണമെങ്കിൽ. ബിക്കോസ് ഇതെല്ലാവരും കാണിക്കണം, വെക്കണം, പിന്നെ അത്ര രീതിയിൽ ചെയ്യണമെങ്കിലും ഇത് അങ്ങനത്തെ ഒരു ട്രാക്ക് പറഞ്ഞ് പോണതാണ്. ഒരു മൂവി, മലയാളം മൂവി എങ്ങനെയാണ്, പിന്നെ പണ്ടത്തെ കുറേ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീന് കാര്യങ്ങൾ ഇതെല്ലാം പൊളിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ച് പോകുന്നുണ്ടെങ്കിലും അത് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ, അത് പോണ രീതിയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഡയറക്ടറിനെ ഒന്നും പറയാനൊന്നുമില്ല, ഡയറക്ടറെ തൂക്കി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആഷിഖ് ഉസ്മാനാണ്. അവരും ഇത് അക്സെപ്റ്റ് ചെയ്ത് ഇത് എടുത്ത് ഇങ്ങനത്തെ ഒരു കഥ കൊണ്ടുപോകാൻ കാണിച്ച ആ ഒരു ഇതിന് അത് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം അത്ര അടിപൊളി പടം. വേറെ പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക് ജേക്സ് ബിജോയ് മോനെ, അത് ഇപ്പം എല്ലാവരും നമ്മളൊക്കെ നോക്ക് വേറെ ട്രാക്ക്, മാസ് ട്രാക്കൊക്കെ പിടിക്കുന്ന അതൊന്നും ഇല്ല. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. അത് കാരണം തന്നെ സ്ലോയിൽ അതിന് പറ്റിയ ഒരു ട്യൂണൊക്കെ കൊടുത്ത് അതങ്ങനെ അങ്ങനെ 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 സ്ലോലി അങ്ങ് പോവുക. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. മോനെ ആ പടം ഒന്നും പറയാനൊന്നുമില്ല, തകർത്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ ഒരു രക്ഷയില്ല. ആർക്കായാലും കുശുമ്പും കാര്യങ്ങളും കുന്നായ്മയും അവൻ വലുതാവുമ്പോഴും എല്ലാം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഇതിൽ കാണിച്ച് പോയിട്ടുമുണ്ട്. ഇത് എന്താണ് റിയൽ ലൈഫിൽ നടക്കുന്നത് അതൊക്കെ ഇത്തിരിയൊക്കെ കാണിച്ച് നല്ല രീതിയിൽ പോയി. പിന്നെ കുറേ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ കാട്ടി അതൊക്കെ ഒന്ന് മനസ്സിലൊക്കെ വെച്ചിട്ടൊന്ന് പോയാൽ മതി. അത്ര രീതിയിൽ കുറച്ച് താഴ്ന്ന വാക്കുകൾ, അഴുക്ക വാക്കുകളൊക്കെ ഉണ്ട്. നമ്മളെങ്ങനെയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റിനെ കാട്ടി ഇതുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാതെ പിന്നെ എടുത്തതെല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇനി മുതലേ ഞാൻ പിന്നെ ചിന്തിക്കുന്നത് ഓരോ പടത്തിൻ്റെ റേറ്റിംഗ് കൂടെ അങ്ങ് പോവാം ലാസ്റ്റ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇനി മുതൽ എല്ലാം ഞാൻ റേറ്റിംഗ് കൂടെ പറയും. ഇതിപ്പോൾ ഇടയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് റേറ്റിംഗ്, ഇങ്ങനെ റിവ്യൂ സിനിമയൊക്കെ കാണുമ്പോൾ അങ്ങനെ റേറ്റിംഗ് കൂടെ കൊടുക്കാം ഔട്ട് ഓഫ് 10. അപ്പം എന്തായാലും എനിക്കിഷ്ടമായി. അപ്പം നമുക്ക് റേറ്റിങ്ങിലോട്ട് പോവാം. റേറ്റിംഗ് പടത്തിന് എന്തായാലും ഞാനൊരു 8.5 കൊടുക്കും ഔട്ട് ഓഫ് 10. ഒരു രക്ഷയില്ലാത്ത പടമാണ്, എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടമായി. അപ്പം നിങ്ങളൊക്കെ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും, കമൻറ്റിലൂടെ രേഖപ്പെടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, വർക്കായില്ലയോ എല്ലാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓൺ ആക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.